യൂസ്ഫുൾ അൽമിഷേ, നമുക്കിന്ന് ഫുഡ് കഴിക്കാലോ പോയിട്ട്? അപ്പൊ എന്താ മനുഷ്യ നിങ്ങൾ ഉച്ചപ്പട്ടിനു? അതല്ല, പുറത്ത് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാനൊരു താല്പര്യം. അത് മോശമല്ലേ, നമുക്ക് യൂസ്ഫലിനും കൂടി വിളിക്കാം. പാവം അവനെ കൂടി വിളിപ്പിക്കലോ. ഓന്റെ കയ്യിലെ കായ് തീരുന്ന മുമ്പ് വിളിക്കട്ടെ. ഹലോ ഹലോ, ഞാനിവിടെ നമ്മുടെ ബിൽഡിങ്ങിന്റെ പണി കണക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത്രയും വലിയ ബിൽഡിംഗ് കഴിഞ്ഞാൽ കപ്പാസിറ്റി യൂസ്ഫുൾ എടുത്തിട്ടുണ്ടോ? അവിടെ നല്ല പോത്തുംകാല് കിട്ടും, നല്ലൊരു പുരുത്തം പിടിക്കാൻ പോയാല്. മനുഷ്യ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. ഈ വയസ്സ് കാലത്ത് നിങ്ങളെ കൊണ്ട് കൂട്ടേ കൂടോ പോത്തുംകാലൊക്കെ? അതിന് അന്റമാര് ഇത് രാസവളത്തിന്റെ ശരീരമല്ല, ഇതൊക്കെ പഴയ വെള്ളച്ചോറും തൈരിന്റെ ശരീര. അത് കുഴപ്പമില്ല, ഇടയ്ക്ക് ഓയിൽ മാറ്റിയാൽ മതി നിങ്ങൾ. യൂസഫ് അലിയാ, നീച്ച് ഫുഡ് കഴിക്കാൻ പോ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പെട്ടെന്നൊരു ഫുഡ് കഴിക്കാൻ കമ്പം? എനിക്ക് അല്ലാണ്ട് ചങ്ങായി ഈ തന്ത പിടിക്കാണ്. മൂപ്പര കമ്പാണെങ്കിൽ ഒരു കാര്യം പറയാണ്ട് കൂട്ടേട്ടാ, നിങ്ങളോടൊരു കണ്ടീഷൻ പറയാണ്ട്, എന്നാലേ ഞാൻ പോരുള്ളൂ. ഒരു ഫുഡ് കഴിക്കാൻ പോകാൻ കണ്ടീഷനോ? എന്താ വെച്ചാൽ പറഞ്ഞു തൊലക്കെ. പിന്നെ അലാഖിന്റെ കണ്ടീഷൻ ഒന്നുമില്ല. ഇങ്ങക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇനി എന്തൊക്കെ രോഗം കണ്ടുപിടിച്ചാണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ഒക്കെ കൂടി വാരി വലിച്ച് തിന്നാണെങ്കിൽ ഞാൻ പോരില്ല. കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോരാ. കണ്ടീഷൻ എൻ്റെ ഒലക്കട മൂഡ്. ഒരു മിനിറ്റ്. ചെടോ, എന്തൊരു സ്നേഹം നോക്കിയൊക്കെ ചങ്ങായി. ഈയും അയാളും എപ്പോൾ തമ്മിൽ കാണുമ്പോഴും കീരിയും പാമ്പുമ്പോടെ ഇങ്ങനെ കടി കൂടിയ മരലിരുന്നു. ഇപ്പം നിനക്ക് അയാളുടെ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ അതീവ ജാഗ്രത. നിങ്ങൾക്ക് തലക്ക് സുഖമില്ല അൽമിഷുവായി, എന്ത് ജാഗ്രത? തേങ്ങയുടെ മൂടാണ്. പിന്നെ ഇപ്പം എന്താ ചങ്ങായി ഇത്രയും നേരം കാര്യമായിട്ട് ഉപദേശിച്ച്? എന്ത് ഉപദേശം? ആ ചങ്ങായി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചില്ലെങ്കിൽ ഒക്കെ കൂടിയുടെ മാന്തി കൂട്ടിയിട്ട് ഒക്കെ കൂടി ഒറ്റ കാന്തലേക്കാരും, പിന്നെ അമ്മക്ക് ഒരു തേങ്ങയും കിട്ടൂല.